ഭക്ഷണം കക്കുന്ന രഹസ്യജീവി, ഭക്ഷണം കക്കുന്ന ഭൂതം. ഒരു ദിവസം കാട്ടിൽ ഒരു ചെന്നായ ഭക്ഷണം തേടി അലയുകയായിരുന്നു. കുറച്ചു ദൂരത്ത് അത് ഒരു എരുമയെ കണ്ടു. അത് നേരത്തെ ചത്തുപോയതായിരുന്നു. ഓ, എനിക്ക് ആദ്യം തന്നെ കിട്ടിയത് നല്ല ഭക്ഷണമാണല്ലോ. ഒരു പാർട്ടി കിട്ടിയതുപോലായി. അത് ചത്തുപോയ എരുമയുടെ മാംസം വളരെ സന്തോഷത്തോടെ കഴിച്ചു. അതിനുശേഷം ബാക്കിയുണ്ടായിരുന്ന മാംസം അത് വലിച്ചുകൊണ്ട് തന്റെ ഗുഹയിലേക്ക് കൊണ്ടുപോയി. ഓ, നല്ല ക്ഷീണമുണ്ടല്ലോ. കുറച്ചു നേരം വിശ്രമിക്കാം, അതിനുശേഷം ഗുഹയിലേക്ക് കൊണ്ടുപോവാം. അങ്ങനെ പറഞ്ഞു ചെന്നായ അവിടെ വിശ്രമിക്കാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു പുകയുണ്ടായി. അല്ല, പെട്ടെന്ന് ഈ പുക എവിടുന്നാ വരുന്നത്? ആ പുക വളരെ വേഗത്തിൽ പടരാൻ തുടങ്ങി. ചെന്നായ്ക്ക് ഒന്നും കാണാൻ സാധിച്ചില്ല. കുറച്ചു സമയത്തിനു ശേഷം പുക അവിടെ നിന്ന് മാറിയപ്പോൾ അവിടെ വച്ചിരുന്ന മാംസം കാണാനില്ല. ഇതെങ്ങനെ സാധിച്ചു? അയ്യോ, എന്റെ ഇര എവിടെ പോയി? എത്ര ദൂരം പോയി നോക്കിയിട്ടും ചെന്നായ്ക്ക് മാംസം കണ്ടെത്താനായില്ല. അടുത്ത് തേങ്ങയുടെ രൂപത്തിലുള്ള സാധനമാണതിന് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത ദിവസം മാനും കഴുതയും അവയുടെ ഭക്ഷണം തേടി പോവുകയായിരുന്നു. കഴുതയുടെ മുതുകിൽ പച്ച നിറത്തിലുള്ള പുല്ലും മറ്റു ചെറിയ ചെറിയ ചെടികളും ചുമന്നുകൊണ്ട് പോവുകയായിരുന്നു. ഭക്ഷണം തേടി ഒരുപാട് നേരമായല്ലേ? എന്നാലും എനിക്ക് സന്തോഷമായി. നമുക്ക് 2 ദിവസം കഴിക്കാനുള്ള ഭക്ഷണവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവിടെയും പുക വന്ന് നിറഞ്ഞു. രണ്ടുപേർക്കും ഒന്നും മനസ്സിലായില്ല. പുക സഹിക്കാനാവാതെ രണ്ടുപേരും തുമ്മാൻ തുടങ്ങി. ആ പുക അവിടെ നിന്നും പോയതിനു ശേഷം രണ്ടുപേരും ഞെട്ടിപ്പോയി. എന്തെന്നാൽ കഴുതയുടെ മുതുകിലുണ്ടായിരുന്ന ഭക്ഷണമൊന്നും കാണാനില്ല. ആ സ്ഥലത്തും അതുപോലെ തന്നെ ഒരു തേങ്ങ കിടപ്പുണ്ടായിരുന്നു. അന്നു മുതൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരുന്നു. എല്ലാവരും ചേർന്ന് സിംഹരാജാവിനെ കാണാൻ പോയി. മോട്ടുകുരങ്ങ് നടന്ന കാര്യങ്ങളെല്ലാം സിംഹരാജാവിനോട് പറഞ്ഞ് ആ തേങ്ങ കൊണ്ടുവന്ന് സിംഹരാജാവിന്റെ മുമ്പിൽ വെച്ചു. ഇത് കണ്ടിട്ട് തേങ്ങ പോലെ ഉണ്ടല്ലോ, എന്നാൽ ഇത് വേറെ പഴമാണ്. തേങ്ങ ഒരിക്കലും ഇങ്ങനെയല്ല. ഇതെന്തു പഴം? ആ പുകയിൽ നിന്നും എന്തുകൊണ്ടാണ് ഭക്ഷണമെല്ലാം കാണാതെ പോകുന്നത്? അതറിയാൻ നമ്മൾ ഒരുപാട് തിരയേണ്ടി വരും. സിംഹരാജൻ കുറച്ചുനേരം എല്ലാ മൃഗങ്ങളോട് സംസാരിച്ച് അവരെ എല്ലാവരെയും അവിടെ നിന്ന് തിരിച്ചയച്ചു. സന്ധ്യയായപ്പോൾ മൈന തന്റെ കൂട്ടിൽ തന്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഇരിക്കുകയായിരുന്നു. ദേ നോക്കുമിട്ടു, ഞാൻ നിന്നോട് എത്ര തവണയായി പറയുന്നു, ഒരിക്കലും നീ ഈ കൂട് വിട്ട് പുറത്തേക്ക് പോകരുതെന്ന്. നീ ഇപ്പോഴും പറക്കാനായിട്ടില്ല. മറ്റേതെങ്കിലും മൃഗങ്ങൾ നിന്നെ എങ്ങാനും കണ്ടാൽ നിന്നെ അവരെല്ലാം കൊന്നു തിന്നും. അമ്മ വിഷമിക്കണ്ട അമ്മേ, ഞാൻ ഒരിക്കലും പുറത്തു പോവില്ല. കുറച്ചു നേരത്തിനു ശേഷം മിട്ടു ഉറങ്ങാൻ തുടങ്ങി. അമ്മ മൈനയും ഉറങ്ങാൻ തുടങ്ങി. കുറച്ചു സമയത്തിനു ശേഷം മിട്ടു കണ്ണു തുറന്നു. അതിനുശേഷം പറഞ്ഞു, അമ്മ ഉറങ്ങുകയാണ്, ഇതാണ് എനിക്ക് പുറത്തു പോകാൻ പറ്റിയ സമയം. അങ്ങനെ പറഞ്ഞ് അത് കൂട്ടിൽ നിന്നും വെളിയെ വന്നു. പതിയെ പതിയെ താഴേക്ക് ഇറങ്ങി വന്നു നിന്നു. ഇത് കൊള്ളാലോ, ഇന്ന് രാത്രി മുഴുവൻ ഞാൻ ഈ കാട്ടിൽ ചുറ്റിക്കറങ്ങി നടക്കും. അങ്ങനെ പറഞ്ഞ് അത് അവിടെ നിന്ന് പുഴക്കരയിലേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് ഒരു ശബ്ദം കേട്ടു. അയ്യോ ദൈവമേ, എന്റെ ഭക്ഷണം! അപ്പോൾ മിട്ടു തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പൂച്ച മിട്ടുവിനെ ഉപദ്രവിക്കാൻ വരുന്നത് കണ്ടു. എന്റെ ദൈവമേ, ഇത് എവിടെ നിന്ന് വന്നു? മിട്ടു ഉടനെ അവിടെ നിന്നും ഓടാൻ തുടങ്ങി. എന്നാൽ പൂച്ച അടുത്തേക്ക് വരുന്നത് കണ്ട് ഭയന്നു. മിട്ടു ദൂരത്തിലൊരു ഗുഹ കണ്ടു. മിട്ടു ആ ഗുഹ ലക്ഷ്യമാക്കി ഓടിയപ്പോൾ പൂച്ച മിട്ടുവിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. എന്നാൽ സാധിച്ചില്ല. മിട്ടുവിന്റെ 2 തൂവലുകൾ മാത്രം ഗുഹയ്ക്ക് പുറത്ത് കൊഴിഞ്ഞു വീണു. അതോടി ഗുഹയ്ക്കകത്തേക്ക് കയറി. അയ്യോ, അത് രക്ഷപ്പെട്ടല്ലോ. അങ്ങനെ പറഞ്ഞ് ആ പൂച്ച അവിടെ നിന്നും ഓടിപ്പോയി. രാവിലെ മൈന എഴുന്നേറ്റപ്പോൾ തന്റെ അടുത്ത് മിട്ടുവിനെ കാണാത്തതിനാൽ ആശങ്കപ്പെട്ടു. അയ്യോ, മിട്ടു എവിടെ പോയി? അമ്മ മൈന മിട്ടുവിനെ അടുത്തെല്ലാം തേടി നോക്കി. പക്ഷേ മിട്ടുവിനെ എങ്ങും കാണാൻ കഴിഞ്ഞില്ല. അതിനുശേഷം അവൾ സിംഹരാജാവിന്റെ സഭയിലേക്ക് പോയി. എന്റെ കാട്ടിൽ എന്താണ് നടക്കുന്നത്? ആദ്യം മൃഗങ്ങളുടെ ഭക്ഷണമെല്ലാം കാണാതെ പോകുന്നു, മീട്ടുവിനെയും കാണാതെ പോയെന്നോ? എല്ലാ മൃഗങ്ങളും മീട്ടുവിനെ അന്വേഷിക്കൂ. പിന്നെ മൈന, നീ
നിന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോ. അവിടെ ചുറ്റുപാടും ഞാൻ അന്വേഷിക്കാം. എല്ലാ മൃഗങ്ങളും മിട്ടുവിനെ അന്വേഷിക്കാൻ തുടങ്ങി. അതിനുശേഷം സിംഹരാജാവും മിട്ടുവിനെ തേടി കാട്ടിൽ മുഴുവൻ അലഞ്ഞു നടന്നു. മൈന ഗുഹയ്ക്ക് പുറത്ത് മിട്ടുവിന്റെ തൂവലുകൾ കണ്ടയുടനെ അത് മിട്ടുവിന്റെയാണെന്ന് മനസ്സിലാക്കി. ഇത് മിട്ടുവിന്റെ തൂവലാണല്ലോ. മിട്ടു ഈ ഗുഹയ്ക്കുള്ളിലായിരിക്കും പോയിട്ടുണ്ടാവുക. വരൂ നോക്കാം. അങ്ങനെ പറഞ്ഞ് സിംഹരാജാവും മൈനയും ചേർന്ന് ഗുഹയ്ക്കുള്ളിൽ പോയി. സിംഹരാജാവ് ദൂരത്ത് നിന്ന് കണ്ടത് മിട്ടു ഗുഹയുടെ ഒരു മൂലക്കിരിക്കുന്നതാണ്. അതിനു മുമ്പിൽ ഒരു കഴുതപ്പുലിയും ഉണ്ടായിരുന്നു. എടാ പീക്കിരി, നീ ഇവിടെ വന്നത് വലിയ മണ്ടത്തരമായി പോയി. എന്നെ ദയവ് ചെയ്ത് വിട്ടയക്കൂ. ഒരു തവണ നിന്നെ വിട്ടാ എന്നെക്കുറിച്ച് നീ എല്ലാവരോടും പറയും. ഇന്ന് നീയാണ് എനിക്ക് ഉച്ചഭക്ഷണം. അങ്ങനെ പറഞ്ഞ് ആ കഴുതപ്പുലി മിട്ടുവിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. എന്നാൽ സിംഹരാജൻ ആ കഴുതപ്പുലിയെ പിടിച്ചു. അയ്യോ ദൈവമേ, സിംഹരാജ, നിന്റെ കളി ഇതോടെ അവസാനിച്ചു. മൈന ഉടനെ മിട്ടുവിന്റെ അടുത്ത് ചെന്ന് മിട്ടുവിനെ വഴക്കു പറയാൻ തുടങ്ങി. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നീ അതേ തെറ്റ് തന്നെയാണല്ലോ ചെയ്യുന്നത്. എന്നോട് ക്ഷമിക്കണം അമ്മേ, ഞാൻ ഇനി ഒരിക്കലും വീട് വിട്ട് പുറത്തു പോവില്ല. ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. കുറച്ചു സമയത്തിനു ശേഷം എല്ലാ മൃഗങ്ങളും സിംഹരാജന്റെ സഭയിലേക്ക് വന്നു. ഇന്ന് മിട്ടുവിനെ കാണാത്തത് കൊണ്ട് നമ്മുടെ ഭക്ഷണം കെട്ടുനിന്ന കള്ളനെ നമ്മൾ ഇന്ന് കണ്ടുപിടിച്ചു. ഇവൻ തന്നെ പറയട്ടെ, ഇവൻ എങ്ങനെയാ മോഷ്ടിച്ചതെന്ന്. തേങ്ങ പോലെയുള്ള ആ പഴം അതെന്താണ്? അപ്പുറത്തെ കാട്ടിൽ നിന്ന് എന്നെ ഓടിച്ചു. അങ്ങനെക്ക് ഈ കാട്ടിൽ നിൽക്കാനുള്ള അനുവാദം തരില്ലല്ലോ. അതുകൊണ്ട് ഗുഹയിൽ ഇരിക്കാമെന്ന് തീരുമാനിച്ചു. എന്റെ വിശപ്പ് മാറ്റാൻ നിങ്ങളുടെ ഭക്ഷണം ഞാൻ മോഷ്ടിച്ചോണ്ടിരുന്നു. ഇതെങ്ങനെയുള്ള പഴമാണെന്നോ? അതിന്റെ മൂടി തുറക്കുമ്പോ അതിൽ നിന്ന് പുക വരും. ആ പുകയില് ആരും അറിയാതെ ഞാൻ മോഷ്ടിക്കും. ഈ പഴം ഞാൻ ഭൂമിയിൽ എവിടെങ്കിലും ഒളിച്ചു വെക്കും. നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനതിടും. അതിൽ നിന്ന് പുക വരുമ്പോൾ അതുപയോഗിച്ച് ഞാൻ മോഷ്ടിക്കും. നിനക്ക് ഈ കാട്ടിൽ തുടരാം, എന്നാൽ ഒരു വ്യവസ്ഥ. ഉത്തരവ് ലംഘിക്കരുത്. ഒരിക്കലും ഭക്ഷണം മോഷ്ടിക്കാൻ പാടില്ല. അങ്ങേക്ക് ഒരുപാട് നന്ദി. ഇപ്പോൾ എല്ലാ മൃഗങ്ങളും ഒരുപാട് സന്തോഷത്തിലാണ്. അങ്ങനെ മിട്ടുവിന് തിരിച്ചറിവുണ്ടായി. മറ്റെല്ലാ മൃഗങ്ങൾക്കും ഭക്ഷണം മോഷ്ടിക്കുന്ന കഴുതപ്പുലിയിൽ നിന്നും മോചനവും ലഭിച്ചു.